പിന്നെ ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വന്നു, നന്നായി. അതല്ലാതെ ഏതേലും ഡോക്ടർമാരായിരുന്നു മത്സരിക്കുന്നെങ്കിൽ പറഞ്ഞേനേയും, തോറ്റു കഴിയുമ്പോ പറഞ്ഞേനേയും ആ ഡോക്ടർ ചികിത്സിച്ച രോഗികളെതിരായതാണെന്ന്. ഇത് രോഗികളെതിരായതല്ല, നിലമ്പൂരും കേരളവും എതിരായതാണ് എന്ന് ഈ സർക്കാരിനെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. ഒറ്റ വാക്ക് മാത്രം, നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന MLA പേര് മാറാൻ പോവുകയാണ്. ആ പേരിന് മുതൽ ആര്യാടൻ ഷൗക്കത്ത് എന്നാകുവാൻ പോവുകയാണ്. അതുവരെ നമുക്ക് വിശ്രമമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജനസഞ്ചയത്തെ അഭിസംബോധന ചെയ്യുവാൻ നിലമ്പൂർ നഗരസഭയുടെ നിരവധി പരിപാടികളിൽ എനിക്ക് കഴിഞ്ഞ 3.5 കൊല്ലക്കാലത്തിനുള്ളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നഗരസഭകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പരിപാടി പങ്കെടുത്തിട്ടുള്ളതും നിലമ്പൂരാണ് എന്ന് പറയാൻ സാധിക്കും. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ പ്രത്യേകമായി അഭിനന്ദിക്കുക. എനിക്ക് തോന്നുന്നത് ഈ നിലമ്പൂർ മോഡൽ പ്രവർത്തനങ്ങള് മറ്റു മുനിസിപ്പാലിറ്റികളെ കൂടി ഒന്ന് അറിയിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ഒന്ന് എഴുതി തന്നാൽ തരുമോ? അല്ല, എന്തൊക്കെയാണ് അതിനെന്തൊക്കെ മാർഗങ്ങള്? അപ്പൊ ഏതായാലും ഇവിടുത്തെ ഈ പരിപാടികളെല്ലാം നല്ല മോഡൽസാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അത് തമ്മിൽ തന്നാൽ അത് നിലമ്പൂർ മോഡൽ, നഗരസഭ മോഡൽ പരിപാടികൾ എന്നുള്ള നിലയിൽ മറ്റ് മുനിസിപ്പാലിറ്റികൾക്കും അത് നൽകുന്നതായിരിക്കും എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇതിന് മുൻകൈയെടുത്ത ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെയും അദ്ദേഹത്തിന്റെ മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികളായ സഹപ്രവർത്തകരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. ഈ നല്ല അവസരങ്ങൾ നല്ലതുപോലെ പ്രയോജനപ്പെടുത്താൻ നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനങ്ങളും മുമ്പോട്ട് വരണം എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഇവിടെ നേതാക്കന്മാരെല്ലാം പറഞ്ഞ അഭിപ്രായത്തോട് ഞാനും യോജിക്കുകയാണ്. പല തരത്തിൽ നമുക്ക് ജനറൽ സാറിനെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും നേതാക്കന്മാർക്കും മാതൃകയാക്കാവുന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു തവണ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല. അദ്ദേഹം ഒരു തരത്തിലുള്ള അവകാശവാദങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് അദ്ദേഹം നിർബന്ധം വെച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം ഏറ്റവും വലിയ തോതിൽ വിജയിച്ച ഒരു KPCC പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് നമ്മൾ 100 സീറ്റ് നേടി ഈ സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നത്. അതിനുശേഷവും അദ്ദേഹം